സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. പ്രമാദമായ കേസുകളിലെ പ്രതികളെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് രമേശ് ചെന്നിത്തല ആരോപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകോപിതനാക്കി. നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. അത്രക്കായല്ലേ സർ? നവീൻ ബാബുവിന്റെ മരണത്തിൽ ഉത്തരവാദിയായ PP ദിവ്യയെ ജയിൽ മോചിതയായപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ജയിലിന്റെ പുറത്ത് സ്വീകരിക്കുന്നു. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു പുളുവൊക്കെ? കൃപേഷ് ശരത്ലാലിനെ കൊലപാതകത്തിൽ ഉത്തരവാദികളായ പ്രതികൾക്ക് മാലയിട്ട് ഓപ്പൺ ജയിലിൽ ആനയിക്കുന്നു. ഒന്നും അറിഞ്ഞോണ്ടല്ലോ, മനഃപൂർവ്വല്ലേ? മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? ഒരുമാതിരി സ്റ്റാൻഡേർഡില്ലാതെ സംസാരിക്കരുത് കേട്ടോ. ഞാൻ അല്പം കൾച്ചറായി പോയി, അല്ലാതെ കാണിച്ചു തരായിരുന്നു. താൻ ഒലത്തും കുറെ നേരമായി ഞങ്ങൾ സഹിക്കുന്നു. അല്ല, ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഓഹോ, അത് ശരി, ഇപ്പൊ മനസ്സിലായി. ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ പാത്രം പോരാ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ. ആണോ? എനിക്കറിയില്ലായിരുന്നു ചേട്ടാ. നിങ്ങളെ കുറ്റപ്പെടുത്തും. വെരി കറക്റ്റ്. അതിനെന്തിനാണ് അങ്ങനത്തെ അസഹിഷ്ണുത കാണിക്കുന്നത്? മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിച്ചത്, അല്ലാതെ മോശം പേരൊന്നുമല്ല വിളിച്ചത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയല്ല വേണ്ടത്. യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞ വെറും പുലിയല്ല, ഒരു സിംഹം. തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവൻ ശരിയല്ല. അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല ഈ വേദി ഉപയോഗപ്പെടുത്തേണ്ടത്. ആണോ? ഒന്നിച്ച് നേരിടാമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഒന്നിച്ച് നേരിടാമെന്ന് പ്രതിപക്ഷ നേതാവും പറയുന്നു. വിശാലമായ യോഗം അടക്കം ഇനി വരും ദിവസങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം. ഒരിക്കലും ഈ നാട്ടുകാർക്ക് ഒരു അബദ്ധം പറ്റി, പക്ഷെ ഇനി അത് ഉണ്ടാവില്ല. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ.